പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മോഡൽ എക്സാം കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഹയർ സെക്കൻഡറി എക്സാം എഴുതാൻ തുടങ്ങുന്നത്, ഫസ്റ്റ് ഇയർ ആണല്ലോ. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാം നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാതൃക എന്ന നിലയ്ക്കാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ പേപ്പറുകളൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ നമുക്ക് കുറച്ചധികം മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും നേരിൽ കണ്ട് അത് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ചെറിയ ചെറിയ വീഡിയോസായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഉത്തരങ്ങളൊന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ സോഷ്യൽ വർക്കിൻ്റെ എക്സാം തുടങ്ങുന്നതിന് നമ്മൾ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. ആ ഗ്യാപ്പിൽ ഇതെല്ലാം കാണണം. പുസ്തകം നിങ്ങളുടെ ടെക്സ്റ്റ് നോട്ടൊക്കെ വായിക്കുക. ആ കൂട്ടത്തിൽ പിന്നെ നമ്മുടെ ഈ വീഡിയോസ് കൂടെ കാണുക. അപ്പോൾ നിങ്ങളെ സഹായിക്കും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ അധികം സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് മലയാളം വേർഷനും ഇംഗ്ലീഷ് വേർഷനും ഉണ്ട്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് വായിക്കും, മലയാളം വായിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കത് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില മലയാളം വാക്കുകൾ കൺഫ്യൂസിങ് ആണ്. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മലയാളം വാക്കും വായിച്ചില്ലെങ്കിൽ മനസ്സിലായി നമ്മൾ ഇപ്പുറ സൈഡിൽ ഇംഗ്ലീഷും കൂടെ നോക്കുക. അപ്പോൾ നമുക്ക് ഒരു ഓർമ്മ കിട്ടും. അപ്പോൾ രണ്ടും നോക്കണം എന്നുള്ളത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം, സമയം കളയണ്ടല്ലോ. The social work method which finds solution for mass social issues through propaganda, public opinion and collective support എന്ന് പറഞ്ഞിട്ട് ഡാഷാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. സോഷ്യൽ ആക്ഷൻ, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ വർക്ക് റിസർച്ച്, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്, അങ്ങനെ 4 ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മലയാളം കൂടെ നമുക്ക് നോക്കാം. ജനകീയ സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് ആശയപ്രചരണത്തിലൂടെയും പൊതുജനാഭിപ്രായ സ്വരൂപണത്തിലൂടെയും കൂട്ടായ പിന്തുണയോടെയും പരിഹാരം അന്വേഷിക്കുന്ന സാമൂഹ്യ പ്രവർത്തന രീതിയാണ് ഡാഷ്. അപ്പോൾ അതിന് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് സോഷ്യൽ ആക്ഷൻ, സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ വർക്ക് റിസർച്ച്, സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്നുള്ളത്. അപ്പോൾ അതിനൊന്നും മലയാളം ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മളോട് ശ്രദ്ധിക്കേണ്ടത്, ഇത് വളരെ ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങളിലൊന്നാണ്. സോഷ്യൽ വർക്കിൽ 6 മെത്തേഡുകളുണ്ട്. പ്രൈമറി മെത്തേഡുണ്ട്, സെക്കൻഡറി മെത്തേഡും ഉണ്ട്. ഇതിൽ ഈ ചോദ്യം സെക്കൻഡറി മെത്തേഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ 1ാം ചാപ്റ്റർ തന്നെ അത് വരുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനിൽ ശരിയായ ഉത്തരം ഏതാണ്? സോഷ്യൽ ആക്ഷൻ എന്നുള്ളതാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്കൻഡറി മെത്തേഡുകളിൽ 3 ഉള്ളതിൽ 1ാമത്താണ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത്. ഈ സോഷ്യൽ ആക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് മേരി റിച്ച്മണ്ട് ഡെഫിനിഷൻ പ്രകാരം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോഷ്യൽ ലെജിസ്ലേഷനും അതുപോലെ പ്രൊപ്പഗാൻഡയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബഹുജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിരിക്കും? സോഷ്യൽ ആക്ഷൻ എന്നുള്ളതായിരിക്കും. ഓക്കെ, അത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. 2ാമത്തെ ചോദ്യം, ദ ഹെൽപ്പ് ഗിവൺ ബൈ ദ സൊസൈറ്റി ഫോർ ദ ഇമ്മീഡിയറ്റ് റിലീഫ് ഓഫ് സർട്ടൻ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ മെമ്പേഴ്സ് ആർ ഡാഷ് എന്നാണ് എന്തായിട്ട് കൊടുത്തിരിക്കുന്നത്. 2ാമത്തെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇത് എളുപ്പമുള്ള ചോദ്യമാണ്. സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സർവീസ്, സോഷ്യൽ റീഫോം, സോഷ്യൽ ലെജിസ്ലേഷൻ. അപ്പോൾ അതിൻ്റെ മലയാളം കൂടെ നോക്കാം ആദ്യം. സമൂഹം അതിലെ അംഗങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അടിയന്തര ആശ്വാസത്തിന് വേണ്ടി നൽകുന്ന സഹായത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഇതാണ്. അപ്പോൾ അവിടെ സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സേവനം, സാമൂഹ്യ പരിഷ്കരണം, സാമൂഹ്യ നിയമനിർമ്മാണം എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഒരു വ്യക്തി ചില പ്രശ്നങ്ങൾ നേരിടുന്നു. അപ്പോൾ പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സമൂഹം ചില സഹായങ്ങളൊക്കെ കൊടുക്കും. അതിനെ എന്താണ് വിളിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ട സോഷ്യൽ സർവീസ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വെള്ളപ്പൊക്കം ആണ് എന്ന് പറഞ്ഞാൽ സുനാമി ദുരന്തം ഉണ്ടായി. അപ്പോൾ ആളുകൾ സഹായം അന്വേഷിച്ച് വരുന്നു. അപ്പോൾ നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നു? സഹായങ്ങൾ കൊടുക്കുന്നു. അതൊക്കെ കൊടുക്കുന്നതിനാണ് നമ്മൾ സോഷ്യൽ സർവീസ് പറയുന്നത്. സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത് സമൂഹത്തിൽ ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി നമ്മൾ വളർത്തുന്ന സംരക്ഷണങ്ങളാണ്. സോഷ്യൽ റിഫോം എന്ന് പറയുന്നത് സാമൂഹ്യ പരിഷ്കരണമാണ്. സമൂഹത്തിലുള്ള സൂപ്പർസ്റ്റിഷൻസ് അല്ലെങ്കിൽ സമൂഹത്തിന് അഭികാമ്യമില്ലാത്ത ആചാരങ്ങളെയും അതിലൊക്കെ മാറ്റം വരുത്തുക, സാമൂഹ്യ മനോഭാവങ്ങൾ മാറ്റാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെയാണ് സോഷ്യൽ റിഫോം എന്ന് പറയുന്നത്. സോഷ്യൽ ലെജിസ്ലേഷൻ നമുക്കറിയാവുന്ന പോലെ നിയമനിർമ്മാണമാണ്. ഇപ്പോൾ ചൈൽഡ് ലേബറിനൊക്കെതിരായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുക, അതിനൊക്കെയാണ് സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തായിരിക്കും? സോഷ്യൽ ആക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, 3ാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോവിങ് ഫംഗ്ഷൻ ഓഫ് എ സോഷ്യൽ വർക്കർ ഈസ് അസോസിയേറ്റ് വിത്ത് കറക്ഷൻ സെറ്റിംഗ്സ്. അതിൻ്റെ ഓപ്ഷൻസും കൂടെ വായിക്കാം. പ്രൊബേഷൻ, ഇൻഡസ്ട്രിയൽ കൗൺസിലിംഗ്, ട്രൈബൽ ഡെവലപ്മെൻറ്റ്, പേഴ്സണൽ മാനേജ്മെൻറ്റ്. ചോദ്യം മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ താഴെ പറയുന്നവയിൽ കറക്ഷൻ സെറ്റിംഗുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ചുമതല ഏതാണ്? പ്രൊബേഷൻ, വ്യാവസായിക കൗൺസിലിംഗ്, ആദിവാസി വികസനം, പേഴ്സണൽ മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഈ ചോദ്യം നമ്മളൊന്നും ശ്രദ്ധിക്കണം. കറക്ഷൻ സെറ്റിങ്സ് എന്താ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കണം അല്ലേ? കറക്ഷൻ സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജയിൽ അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഹോം തുടങ്ങിയവയാണ് കറക്ഷൻ സെറ്റിങ്സ് ഉദാഹരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് വഴിതെറ്റിപ്പോയ ആൾക്കാരെ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന ആൾക്കാരെ അവരുടെ വഴികൾ, അവരുടെ തെറ്റായ രീതികൾ മാറ്റി സമൂഹത്തിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗ്ഗങ്ങളായിട്ടാണ് നമ്മൾ കറക്ഷൻ സെറ്റിങ്സ് ഉപയോഗിക്കുന്നത്. ജയിൽ ഒക്കെ അതിനുള്ള മാർഗ്ഗങ്ങളാണ്. ജയിലൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല എന്ന് മാത്രം.
അപ്പോൾ അവിടെ പലതരം സേവനങ്ങൾ അവിടുത്തെ ഇൻമേറ്റ്സിന്, അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ലഭ്യമാണ്. അതിന് ഉദാഹരണം ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അതിലൂടെ നമുക്ക് തന്ന ചോദ്യം ഓപ്ഷനിൽ പ്രൊബേഷൻ എന്നുള്ളതാണ്. ഓക്കെ, പ്രൊബേഷൻ എന്നുള്ളതാണ് ഉത്തരം. അതുകൂടാതെ നമുക്ക് റീഹാബിലിറ്റേഷൻ സൗകര്യങ്ങൾ ലഭിക്കും, പരോൾ പോലുള്ള സാധനങ്ങളൊക്കെ അതിന് ഉത്തരമായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ പ്രൊബേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കറക്ഷൻ സെറ്റിങ്സ് എന്താണെന്ന് ഓർക്കുക, കറക്ഷൻ സെറ്റിങ്സിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണെന്ന് ഓർക്കുക, അവിടെ ലഭ്യമായ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർക്കുക. ഇത് മൂന്നും ആയിട്ടാണ് നമ്മളിതിൻ്റെ ഉത്തരം പരിഗണിക്കേണ്ടത്. അടുത്തൊരു ഇതാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഒരു ഡെഫിനിഷനാണ് തന്നിരിക്കുന്നത്. ഡെഫിനിഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം. ദ എക്സിസ്റ്റൻസ് ഓഫ് സർട്ടൺ സെറ്റ് ഓഫ് ഇൻഫോർമൽ വെർച്യൂസ് ഓർ നോംസ് ഷെയർഡ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി ദാറ്റ് പെർമിറ്റ് കോപ്പറേഷൻ ആൻഡ് കൊളാബറേഷൻ എമംഗ് ദം ആർ ടേംഡ് ആസ് ഡാഷ്. ഇതാണ് ചോദ്യത്തിനായിട്ട് തന്നിരിക്കുന്നത്. അതിൻ്റെ മലയാളം എന്താ? ജനങ്ങൾക്കിടയിൽ സഹകരണവും പങ്കാളിത്തവും സാധ്യമാക്കുന്ന, സമൂഹത്തിൽ നിലനിൽക്കുന്നവയും പരസ്പരം പങ്കുവെക്കുന്നതുമായ അനൗപചാരിക മൂല്യങ്ങളെയോ പെരുമാറ്റങ്ങളെയോ സൂചിപ്പിക്കുന്നതാണ് ഡാഷ് എന്നാണ് മലയാളത്തിലുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിൽ ഓപ്ഷൻസ് നോക്കാം. സോഷ്യൽ ലെജിസ്ലേഷൻ, സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ ക്യാപിറ്റൽ, സോഷ്യൽ ആക്ഷൻ എന്നൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മലയാളത്തിൽ സാമൂഹിക നിയമവൽക്കരണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ മൂലധനം, സോഷ്യൽ ആക്ഷൻ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഒരു ഡെഫിനിഷനാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഉത്തരം? നമ്മൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തെ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ പരസ്പരം സഹകരിക്കുക, യോജിച്ച് പ്രവർത്തിക്കുക, അതിനങ്ങനെ നിയമത്തിൻ്റെ ഭാഗമായിട്ട് എഴുതി വെച്ചിട്ടൊന്നുമില്ല. പക്ഷേ ആളുകളുടെ ഉള്ളിൽ വളരെ ഇൻഫോർമലായ രീതിയിൽ അത് നിലനിൽക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകളെ സഹായിക്കുകയും, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തൊരു ഉദാഹരണം, കള്ളം കയറി കഴിഞ്ഞാൽ ആളുകളൊക്കെ ഓടി വന്ന് സഹായിക്കുന്നതൊക്കെയാണ്. അപ്പോൾ അത്തരം സംഗതികൾ, അത്തരം ഇൻഫോർമലായിട്ട് നിലനിൽക്കുന്ന കോപ്പറേഷനെയും സഹകരണത്തെയും യോജിച്ച് പ്രവർത്തിക്കലിനെയും നമ്മൾ സോഷ്യൽ ക്യാപിറ്റൽ അഥവാ സാമൂഹിക മൂലധനം എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് നോക്കണം, സാമൂഹിക മൂലധനം. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് സാമൂഹിക മൂലധനം ഡെഫിനിഷനും പിന്നെ അതിൻ്റെ ചാനൽസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, അതിൻ്റെ ഡയഗ്രായിട്ട്. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. അഞ്ചാമത്തെ ചോദ്യം, ദ സോഷ്യൽ ഗ്രൂപ്പ് വിത്ത് സം ഡിഗ്രി ഓഫ് വി ഫീലിംഗ് ആൻഡ് ലീവ്സ് ഇൻ എ ഗിവൺ ഏരിയ ഡാഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. അസോസിയേഷൻ, സൊസൈറ്റി, കമ്മ്യൂണിറ്റി, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു നിശ്ചിത പ്രദേശത്ത് ഞങ്ങൾ എന്ന വികാരത്തോടെ താമസിക്കുന്ന സാമൂഹിക ഗ്രൂപ്പാണ് ഡാഷ്. അപ്പോൾ അതിനും മലയാളത്തിൽ എന്തൊക്കെ കൊടുത്തിരിക്കുന്നത്? സമാജം, അസോസിയേഷൻ, സമൂഹം, സൊസൈറ്റി, കമ്മ്യൂണിറ്റി, സ്ഥാപനം എന്നിങ്ങനെയുള്ള ഉദാഹരണങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ആ ചോദ്യത്തിൻ്റെ ഉത്തരം? ചോദ്യം എന്താണ്? ഒരു പ്രത്യേക പ്രദേശത്ത് ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്നു, അവരുടെ ഇടയിൽ വി ഫീലിംഗ് ഉണ്ട്, നമ്മൾ ഒന്നാണ് എന്നൊരു തോന്നൽ അവരുടെ ഇടയിലുണ്ട്. അത്തരത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് അവിടെ ഉള്ളത് എന്താണ്? കമ്മ്യൂണിറ്റിയാണ്. കമ്മ്യൂണിറ്റിയുടെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടാണ്. കമ്മ്യൂണിറ്റി എന്നാൽ എന്ത് എന്നുള്ള ചോദ്യവും അതിൻ്റെ ഉത്തരവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നു, അവർ തമ്മിൽ വി ഫീലിംഗ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. മറ്റുള്ള സൊസൈറ്റിയോ അസോസിയേഷനോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ആ പ്രത്യേകതകൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആറാമത്തെ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടൈപ്സ് ഓഫ് മാരേജസ് എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പലതരം മാരേജുകളുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്നുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. 1, ദ ഫോം ഓഫ് മാരേജ് ഇൻ വിച്ച് വൺ മാൻ മാരീസ് വൺ വുമൻ. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്ന സമ്പ്രദായം ഏതാണെന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് നമുക്കവിടെ ഓപ്ഷൻസ് ഉണ്ട്. മൊണോഗമി ഉണ്ട്, പൊളിഗനി ഉണ്ട്, പോളിയാൻഡ്രി ഉണ്ട്, ഫാമിലി ഉണ്ട്. 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ടൈപ്സ് ഓഫ് മാരേജിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുരുഷന് ഒന്നിലധികം സ്ത്രീകൾ വിവാഹം കഴിക്കുന്നു ഒരേ സമയം, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരേ സമയം ഒന്നിലധികം ആളുകളുമായിട്ട് ബന്ധമുണ്ടായിരിക്കുക. അപ്പോൾ ഈ സാഹചര്യങ്ങളെ ഒക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യമാണ് അത്. അപ്പോൾ അതിൻ്റെ ഉത്തരം മോണോഗമി എന്നാണ് വേണ്ടത് കേട്ടോ. ഏകപത്നിത്വം എന്നാണ് അതിൻ്റെ ഉത്തരം. ഇനി ഏഴാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ പ്രോബ്ലംസുമായി ബന്ധപ്പെട്ട, അതിനകത്ത് കറപ്ഷൻ എന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അവിടെ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. എക്സ്ചേഞ്ച് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് സബ്സ്റ്റാൻഡേർഡ് തിങ്സ് ഫോർ ഒറിജിനൽ ഈസ് ടേംഡ് ആസ് എന്താണ് വിളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥ വസ്തുവിന് പകരം വ്യാജമോ ഗുണനിലവാരമോ ഇല്ലാത്തതായ സാധനങ്ങൾ നൽകുന്ന പരിപാടിയെ നമ്മൾ എന്താണ് വിളിക്കുക എന്നുള്ളതാണ് ചോദ്യം.
ഓക്കെ, നമ്മളൊക്കെ പരിചയമുള്ള സാധനമാണ്. നമ്മുടെ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ മോശം സാധനങ്ങൾ നമുക്ക് പലപ്പോഴും ലഭിക്കാറുണ്ട്, അല്ലെ? ഒറിജിനലിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കിട്ടും. അപ്പോൾ അതിനെന്താണ് പറയുക? അപ്പോൾ മലയാളത്തിൽ അതിൻ്റെ ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മായം ചേർക്കൽ എന്നാണ് ഉള്ളത്. ഇംഗ്ലീഷിൽ അഡൾട്ടറേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വാക്ക് നമ്മളൊന്ന് പരിചയപ്പെട്ടിരിക്കണം. അവിടെ ബ്രൈബറി ഉണ്ട്, കൈക്കൂലി കൊടുക്കുന്നതിനാണ് ബ്രൈബറി എന്ന് പറയുക. അഡൾട്ടറേഷൻ മായം ചേർക്കുന്നതാണ്. നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ സ്വജന പക്ഷപാതം, സ്വന്തം ആൾക്കാർക്ക് സൗജന്യം ചെയ്ത് കൊടുക്കണം. ഫേവറിറ്റിസം എന്ന് പറഞ്ഞാൽ പക്ഷപാതം, നമുക്ക് താല്പര്യമുള്ള ആൾക്കാരെ സഹായിക്കുന്നതിനാണ് പക്ഷപാതം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഓരോന്നും മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ ഉത്തരം എഴുതാൻ. എട്ടാമത്തത്, ദ പ്രോസസ് ഓഫ് ഗെയിനിങ് നോളജ് ഓർ എക്സ്പീരിയൻസ് ത്രൂ പ്രാക്ടീസ് ഓർ പെർഫോമൻസ് ഇസ് ഡാഷ്. അപ്പോൾ അത് നമ്മുടെ സൈക്കോളജി ഭാഗത്തുനിന്നുള്ള ചോദ്യമാണ്. നിർവഹണങ്ങളിലൂടെയും അഭ്യസിക്കലിലൂടെയും അറിവോ അനുഭവമോ നേടിയിരുന്ന പ്രക്രിയയാണ് ഡാഷ് എന്നാണ് മലയാളത്തിൽ ചോദ്യം. അപ്പോൾ നമ്മൾ അറിവ് നേടിയെടുക്കുന്നത് എങ്ങനെയാണ്? നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുകയും നിരന്തരമായ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കാര്യത്തിൽ അറിവ് നേടിയെടുക്കുന്നു. അതിനെന്ത് വിളിക്കുന്നു എന്നുള്ള ചോദ്യം. അപ്പോൾ അതിന് ലേണിംഗ് എന്നാണ് ഉത്തരം. പഠനം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, ലേണിങ്ങിനാണ് നമ്മൾ നിരന്തരമായ പ്രാക്ടീസിലൂടെയും നമ്മൾ ഒരു കാര്യം മാസ്റ്റർ ചെയ്യുന്നതിനാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയാം. ഒമ്പതാമത്തെ ചോദ്യം, ദ കൺസെപ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എന്നുള്ള ഒരു സിദ്ധാന്തം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അത് സൈക്കോളജിയിലാണ്. അത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അവിടെ പല ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹോവാർഡ് ഗാലർ, ആൽഫ്രഡ് ബീനെ, എബ്രഹാം മാസ്ലോ, സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നും നമുക്ക് നോക്കണം. സിഗ്മണ്ട് ഫ്രോയിഡ് ഏതാണ്? സൈക്കോ അനലിറ്റിക് തിയറിയാണെന്ന് നമുക്കറിയാം. എബ്രഹാം മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. ആൽഫ്രഡ് ബീനെ നമ്മുടെ ഐക്യുവുമായി ബന്ധപ്പെട്ടുള്ള ആളാണ്. അപ്പോൾ ഉത്തരം ഏതാണ്? ഹോവാർഡ് ഗാർണർ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ അത് ആണ് അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. പത്താമത്തെ ചോദ്യം, ദി ഇൻഡിവിജ്വൽ ട്രൈ ടു കവർ ഹിസ് ഡെഫിഷ്യൻസി ഇൻ വൺ ഫീൽഡ് ബൈ എക്സിബിറ്റിംഗ് ഹിസ് സ്ട്രെങ്ത് ഇൻ അനദർ ഫീൽഡ് ഈസ് ഡാഷ് ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം എന്നുള്ളത്. അപ്പോൾ ഡിഫൻസ് മെക്കാനിസത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം. ഇത് ഫ്രോയിഡിൻ്റെ തിയറിയിൽ നിന്ന് വരുന്നതാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. നമ്മുടെ ചില അപര്യാപ്തത, നമുക്കുണ്ടായ ചില ഈഗോയെ ഹർട്ട് ചെയ്യുന്ന ചില സംഗതികൾ ഉണ്ടാകുമ്പോൾ അതിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില സൈക്കോളജിക്കലായിട്ടുള്ള ചില സംഗതികളാണ് ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ റാഷണലൈസേഷൻ, പ്രൊജക്ഷൻ, കോമ്പൻസേഷൻ, സബ്ലിമേഷൻ എന്നുള്ള 4 ഉദാഹരണം കൊടുത്തിരിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ തരം ഡിഫൻസ് മെക്കാനിസങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് നോക്കിയാൽ മാത്രമേ നമ്മൾ ഇവിടെ ഡെഫിനിഷനായിട്ട് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സാറിന് ഒരു എക്സാമ്പിളാണ് ചോദിച്ചാൽ നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാമായിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ ഇല്ല, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം ചോദിച്ചിരിക്കുന്നു. അപ്പോൾ അത് പ്രത്യേകം നോക്കണം. ഇവിടെ ഉത്തരം വരുന്നത് കോമ്പൻസേഷൻ അഥവാ ന്യൂനത മറിക്കൽ എന്നുള്ളതാണ്. കാരണം അത് നമുക്ക് ഏതെങ്കിലും ഒരു ഫീൽഡിൽ നമുക്ക് കഴിവില്ല, അപ്പോൾ നമ്മൾ വേറൊരു ഫീൽഡിൽ നമ്മുടെ കഴിവ് തെളിയിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നന്നായിട്ട് പഠിക്കാൻ കഴിയാത്തൊരു കുട്ടി സ്പോർട്സിൽ മികവ് കാണിക്കാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്തുദാഹരണമാണ്? കോമ്പൻസേഷൻ ഉദാഹരണമാണ്. അപ്പോൾ അങ്ങനെ 10 ക്വസ്റ്റ്യൻസ്, 1 വേർഡാണ് ഇവിടെ ഉള്ളത്, 10 മാർക്കിൻ്റെ. അത് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് മറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് കാണണം. നമ്മുടെ എക്സാം ഡേറ്റ് നോക്കണം നിങ്ങളുടെ സോഷ്യൽ വർക്കിൻ്റെ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ പഠിക്കാൻ. ആ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൂടുതൽ ഓർമ്മ കിട്ടും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു.